ഇന്ന് നമുക്ക് എഗ് ബൺ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി ഇത് കുറച്ചൊന്ന് വഴറ്റാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി ഇത് കുറച്ച് വഴറ്റിയെടുക്കാം. അധികമൊന്നും വഴറ്റണ്ട, കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്കുള്ള മുട്ട ബോയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതി. പിന്നെ കുറേ അധികമൊന്നും ഇങ്ങനെ വഴറ്റണ്ട. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ പകുതി ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും ചേർക്കാം. ഇനി ഇതൊരു 3 മിനിറ്റോളം വഴറ്റാം. ഇനി ഇതിലേക്ക് വേവിച്ച മുട്ട ചേർക്കാം. അപ്പോൾ ഈ വേവിച്ച മുട്ട ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 3 മിനിറ്റോളം മൂടി വെക്കാം. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരണം. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് ബ്രൗണിഷ് കളറായിട്ട് വരണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ബൺ ചൂടാക്കാം. അപ്പോൾ എനിക്ക് ഈ ടൈപ്പ് ബണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബണ്ണ് വേണേൽ ബണ്ണ് എടുക്കാം, ഇല്ലെങ്കിൽ പാവ് വേണേൽ പാവവും എടുക്കാം. അപ്പോൾ ഇനി ഇതിങ്ങനെ സ്ലൈസ് ആക്കി ചൂടാക്കി എടുക്കാം. അപ്പോൾ ഫ്രഷ് ബണ്ണാണെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ള ബണ്ണാണെങ്കിൽ വെള്ളമൊന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ബൺ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അസംബിൾ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മയോനൈസ് വേണം, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും വേണം. അപ്പോൾ ഇത് 3 ടേബിൾ സ്പൂൺ കെച്ചപ്പും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മയോനൈസ് ആണ്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു സ്ലൈസ് ബൺ എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മയോനൈസ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ മുട്ട ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബണ്ണും ഇങ്ങനെ ഫിൽ ചെയ്ത് വെക്കാം. ഇനി ഈ സ്ലൈസ് ബണ്ണിലേക്കും മയോനൈസ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കെച്ചപ്പ് മയോനൈസ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി സ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇഫ്താറിൽ ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ ഫീഡ്ബാക്കും അറിയിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.